ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ, റോയൽ എൻഫീൽഡ് 350 ക്ലാസിക്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇത് ഫ്രണ്ട് ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഹാലജൻ ലാമ്പ് ഫ്രണ്ടിൽ ഉണ്ട്. പിന്നെ ഇവിടെ രണ്ട് വലിയ ഷോക്കപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്, മഡ് ഗാർഡ്. പിന്നെ ഇവിടെ ഒരു ഡിസ്ക് ബ്രേക്ക് നല്ല കമ്പി വെച്ചിട്ട്, നല്ല സ്ട്രോങ് കമ്പിയുള്ള അലോയ് എന്ന് പറയാൻ പറ്റില്ല വീല്. പിന്നെ ഒരു ടയർ, ഇത് ഓഫ് റോഡ് ടയേഴ്സ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിൽ, ഈ സെൻറ്റർ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഹോൺ കൊടുക്കുന്നുണ്ട്. പവർഫുൾ ഹോണാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഗിയർ ലിവർ, ഇത് പഴയ മോഡൽ ഗിയർ. പിന്നെ ഇത് ക്ലച്ചിൻ്റെ കേബിളാണിത്, ക്ലച്ചിൻ്റെ കേബിള്. ഇത് ഇവിടെ വന്നിരിക്കുന്നത് ചിലർക്ക് മനസ്സിലായിണ്ടാവില്ല, ഇതാണ് സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ പുള്ളി. ഇതാണ് നമ്മുടെ മെയിൻ ആള് എൻജിൻ. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് പോകുന്നത് ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് സൈഡിലാണ് ഡ്രൈവ് പോകുന്നത്. എല്ലാ വണ്ടികൾക്കും ലെഫ്റ്റ് സൈഡിലാണ് ഡ്രൈവ് ശരിക്കും പോകണ്ടായിരുന്നത്. ഈ ബുള്ളറ്റിന് വെച്ച് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലാണ് ഡ്രൈവ്. ഇത് നമുക്ക് ഇപ്പോൾ പുതിയ വണ്ടികളിലൊന്നും ഈ സാധനം ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോള് ഓണും ഓഫും റണ്ണും ആക്കാനുള്ള സാധനമാണ് ഈ കാണുന്ന സാധനം. ഇത് സ്പാർക്ക് പ്ലഗ് ആണ്. ഇതെന്ന് പറഞ്ഞത് എൻജിൻ്റെ പിസ്റ്റൺ ഇങ്ങനെ അടിക്കാൻ സഹായിക്കുന്നതാണ്. ഇതാണ് ഏറ്റവും മെയിൻ സാധനം. കാർബറേറ്റർ വരുന്നത്. പിന്നെ ഇതാണ് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും. പിന്നെ ഇതിന് ബാക്കിൽ ബ്രേക്ക്, ഇതാണ് ബാക്ക് ബ്രേക്ക്. ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് സൈഡിലത്തെ ഡ്രൈവ് പോണത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് സെക്ഷൻ വരുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ ഉള്ള ബാറ്ററി, ഇവിടെ എയർ ഫിൽറ്ററാണ്, ഒരു വലിയൊരു എയർ ഫിൽറ്റർ. പിന്നെ ഇതിൻ്റെ ഷോക്കപ്പ്, ഇതിന് സീറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഷീറ്റ് ഷോക്കപ്പ് ഉണ്ട് ഇതാണോ. പിന്നെ ഈ കാർബറേറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കാർബറേറ്ററിൽ എന്താ ചെയ്യണമെന്ന് അറിയോ, ഈ കാർബറേറ്റർ നമ്മുടെ പെട്രോൾ ഇവിടെ കടത്തി വിടുമ്പോൾ ഈ കാർബറേറ്റർ ഈ പെട്രോളിനെ ഗ്യാസ് ഫോമിലാക്കും. ഈ പെട്രോൾ ശരിക്കും ലിക്വിഡ് ഫോം അല്ലേ, ഇതിനെ ഗ്യാസ് ഫോമിലാക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇതാ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തേക്കുന്നത്. ഇത് ഇതിൻ്റെ കീ ഹോൾഡറാണ്. പിന്നെ ഇവിടെ ഈ പെട്രോൾ ഗേജ് കൊടുത്തേക്കുന്നത്, ഇതിന് മീറ്ററില്ല, പെട്രോൾ മീറ്ററില്ല. അപ്പോൾ ഇത് പെട്രോൾ തീരാറായി കഴിഞ്ഞാൽ റെഡ് കത്തും, പെട്രോൾ ഹൈ ആണെങ്കിൽ ഗ്രീൻ കത്തും. ഇത് ABSൻ്റെ സെൻസറിൻ്റെ ലൈറ്റ്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ. ഇതിൽ ഇപ്പോൾ 2,34,019 കിലോമീറ്ററാണ് ഇത് ഓടിയേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് വന്നിരിക്കുന്നത്. ഇതാണ് ക്ലച്ച് ലിവർ. പിന്നെ ഇത് ഹൈ ബീം, ലോ ബീം. ഇത് ഇൻഡിക്കേറ്റർ. പിന്നെ ഇത് ഹോണ്. ഇതാണ് ഈ ലൈറ്റ്, മറ്റേ ഡിമ്മും ഹൈയും ആക്കാണത്. പിന്നെ ഇതാണ് ഫ്രണ്ട് ബ്രേക്ക് ലിവർ. ഇത് ഇഗ്നിഷൻ. ഇത് ഓണാക്കിയിട്ട് ഇത് സെൽഫ് സ്റ്റാർട്ട് അടിക്കണ സ്വിച്ച്. പിന്നെ ഇതാണ് എൻ്റെ ഒരു റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത്. നല്ല ഒരു ക്ലാസിക് റിയർ വ്യൂ മിററാണ്. എന്ത് വലിയ റിയർ വ്യൂ മിററാണെന്നറിയോ. ബാക്ക് ബ്രേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം സാധാരണ ഇറങ്ങണ വണ്ടികൾക്ക് വരുന്നത് ഡ്രം ബ്രേക്കാണ് വരുന്നത്. ഇതിന് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, പ്ലസ് ABS ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. ടെയിൽ ലാമ്പ് സെക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു റൗണ്ടി ഷേപ്പ് ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് ഇവിടെ ഇട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം, ഒരു സൈലൻസർ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വണ്ടിയെ കുറിച്ച് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 1,84,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. പിന്നെ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ മൈലേജ് ഒരു ഇത്തിരി കമ്മി ഉണ്ട്. മൈലേജ് വരുന്നത് 40 ആണ്. പിന്നെ കംഫർട്ട് വെച്ച് നോക്കുകയാണെങ്കിലും എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും
സൂപ്പറാണ് വണ്ടി ഇത് ഇരിക്കാനൊക്കെ ഭയങ്കര സൂപ്പറാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. അതിന് മുമ്പ് ഈ വീഡിയോ എടുത്ത പീറ്റർ, ഇഷാൻ, പിന്നെ ഞാനും ബൈ ബൈ.